തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരുമായുള്ള NSSന്റെ അടുപ്പം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് CPM. SNDPക്ക് പിന്നാലെ NSSും സർക്കാരുമായി അടുക്കുന്നത് ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തൽ. ന്യൂനപക്ഷ സമുദായങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിരന്തരമായി പരിപാടികൾ സംഘടിപ്പിക്കാനും CPM തീരുമാനിച്ചിട്ടുണ്ട്. NSSന് ഇടതുപക്ഷ സർക്കാരിനോടുള്ള എതിർപ്പ് പരസ്യമായ രഹസ്യമായിരുന്നു. അപ്പോഴും ഒരു ഘട്ടത്തിലും അത് പരിഹരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയോ CPM നേതാക്കന്മാരോ പെരുന്നയിലെത്തിയിരുന്നില്ല. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം വന്നതോടുകൂടി എതിർപ്പിന്റെ തീവ്രത വർദ്ധിച്ചു. NSSന്റെ എതിർപ്പിനെ മറികടന്ന് SNDPയെ കൂടെ കൂട്ടിയാണ് നവോത്ഥാന പ്രസ്ഥാനം സർക്കാർ അന്ന് രൂപീകരിച്ചത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാട് മാറ്റിയതോടെ NSSും അയഞ്ഞു. സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാടിൽ പൂർണ്ണ തൃപ്തിയാണെന്നാണ് NSSന്റെ ജനറൽ സെക്രട്ടറി പരസ്യമായി പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള NSSന്റെ ഈ പരസ്യമായ നിലപാട് മാറ്റം CPMന് വലിയ ആശ്വാസം നൽകുന്നതാണ്. മൂന്നാമതും പിണറായി അധികാരത്തിൽ വരുമെന്ന് പരസ്യമായി SNDP പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മറ്റൊരു പ്രബല സാമുദായിക സംഘടന സർക്കാരിന് പൂർണ്ണ പിന്തുണ അർപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിലുണ്ടായ ആശയക്കുഴപ്പത്തെ മുതലെടുക്കാൻ വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക് CPM നേതാക്കൾ കടന്നേക്കില്ല. ഹൈന്ദവ ഏകീകരണം എന്ന പ്രചരണത്തെ മറികടക്കാൻ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും സജീവമാകാനാണ് CPM തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് അടുത്ത മാസം ആദ്യം ഫലസ്തീൻ ഐക്യദാർഢ്യം സംഘടിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിവിധ കേന്ദ്രങ്ങളിൽ സമാനമായ പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.